എല്ലാ കൂട്ടുകാർക്കും ക്വിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി അക്ഷരമുറ്റത്തിൻ്റെ സബ് ജില്ലാ ക്വിസുമായി ബന്ധപ്പെട്ട് കുറച്ച് ആനുകാലിക വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പുതിയ ക്വിസാണിത്. ഒന്നാമത്തെ ചോദ്യം, 2024 പെൻപിൻഡർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം അരുന്ധതി റോയ്ക്കാണ് 2024 പെൻപിൻഡർ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, ലോകത്തെ ഏറ്റവും ഉയരമുള്ള റെയിൽ പാലം എവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം ചെനാബ് പാലം, റിയാസി, ജമ്മു കാശ്മീരിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യ ഡിസ്റ്റോപ്പിയൻ കോമഡി ചിത്രം ഏതാണ്? ഉത്തരം ഗഗനചാരി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം ബന്നാർഘട്ട, കർണാടകം. അടുത്ത ചോദ്യം, ടാറ്റ സൺസിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ക്ഷേത്ര മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം അയോധ്യ. അടുത്ത ചോദ്യം, ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി രണ്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം സിറിൽ റാമഫോസ. അടുത്ത ചോദ്യം, ബ്രെയിലി ലിപിയിലേക്ക് മാറ്റപ്പെട്ട മലയാളത്തിലെ ആദ്യ കവിതാ സമാഹാരം ഏതാണ്? ഉത്തരം പിന്നിട്ട വഴികളും വരികളും. രചയിതാവ് അനീഷ് സ്നേഹയാത്ര. അടുത്ത ചോദ്യം, 2024 ജൂണിൽ അന്തരിച്ച കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെട്ട മലയാളി ആരാണ്? ഉത്തരം പി തങ്കപ്പൻ നായർ. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം OR കേളു. മാനന്തവാടി MLA ആണ് OR കേളു. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം ആരാണ്? ഉത്തരം മിതാലി രാജ്. 7 സെഞ്ചുറിയാണ് മിതാലി രാജ് നേടിയത്. അടുത്ത ചോദ്യം, പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മൂല്യമേറിയ കമ്പനി ഏതാണ്? ഉത്തരം എൻവിഡിയ. അടുത്ത ചോദ്യം, 2024 ജൂണിൽ പുറത്തുവിട്ട ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഉത്തരം 124. അടുത്ത ചോദ്യം, ബഷീർ ബാല്യകാല സഖി പുരസ്കാരം 2024 അർഹനായത് ആരാണ്? ഉത്തരം ഡോക്ടർ MN കാരശ്ശേരി. അടുത്ത ചോദ്യം, മെർസർ നടത്തിയ 2024 കോസ്റ്റ് ഓഫ് ലിവിംഗ് സർവേ അനുസരിച്ച് ജീവിക്കാൻ ഏറ്റവും ചെലവേറിയ ഇന്ത്യൻ നഗരം ഏതാണ്? ഉത്തരം ബോംബെ. അടുത്ത ചോദ്യം, ഇഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന ഇന്ത്യയിലെ നദി ഏതാണ്? ഉത്തരം ഗംഗാനദി. അടുത്ത ചോദ്യം, ഉമ്മൻചാണ്ടി സ്മാരക പ്രജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഡോക്ടർ A സുകുമാരൻ നായർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവി ആരാണ്? ഉത്തരം ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. അടുത്ത ചോദ്യം, 2024 ജൂണിൽ എത്ര അംഗ കേന്ദ്ര മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്? ഉത്തരം 72. അടുത്ത ചോദ്യം, 2024 ജൂണിൽ നിലവിൽ വന്ന കേന്ദ്ര മന്ത്രിസഭയിൽ അംഗങ്ങളായ മലയാളികൾ ആരൊക്കെയാണ്? ഉത്തരം സുരേഷ് ഗോപി, ജോർജ് കുര്യൻ. അടുത്ത ചോദ്യം, മലയാള സിനിമയിൽ നിന്നുള്ള ആദ്യ കേന്ദ്ര മന്ത്രി ആരാണ്? ഉത്തരം സുരേഷ് ഗോപി. അടുത്ത ചോദ്യം,
മൂന്നാം മോദി സർക്കാർ ക്യാബിനറ്റിലെ വനിതാ മന്ത്രിമാർ ആരൊക്കെയാണ്? 2 വനിതാ മന്ത്രിമാരാണ് ക്യാബിനറ്റ് മന്ത്രിമാർ മൂന്നാം മോദി സർക്കാരിൽ. ഒന്ന് നിർമ്മല സീതാരാമൻ, ധനകാര്യം കോർപ്പറേറ്റ് കാര്യം. അന്നപൂർണ ദേവി, വനിതാ ശിശുക്ഷേമം. അടുത്ത ചോദ്യം, ലോക സാമ്പത്തിക ഫോറം 2024 ജൂണിൽ പുറത്തിറക്കിയ ആഗോള ലിംഗസമത്വ സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഐസ്ലൻഡ്. ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 129 ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആരാണ്? ഉത്തരം അനാമിക ബി രാജീവ്. അടുത്ത ചോദ്യം, 2024 നോർവേ ചെസ് പുരുഷ കിരീടം നേടിയത് ആരാണ്? ഉത്തരം മാഗ്നസ് കാൾസൺ. അടുത്ത ചോദ്യം, 2024 ജൂണിൽ കാസ എന്ന ബഹിരാകാശ ഏജൻസി ആരംഭിച്ച രാജ്യം ഏതാണ്? ഉത്തരം ദക്ഷിണ കൊറിയ. അടുത്ത ചോദ്യം, 2024 യുവേഫ യൂറോപ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് യൂറോ കപ്പ് ഫുട്ബോൾ വേദി ഏതാണ്? ഉത്തരം ജർമ്മനി. 2024 യുവേഫയുടെ ഭാഗ്യചിഹ്നം ആൽബർട്ട് എന്ന കരടിയാണ്. അടുത്ത ചോദ്യം, 2024 കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത് ഏത് ജില്ലയാണ്? ഉത്തരം കാസർഗോഡ്. വേദിയും കാസർഗോഡ് തന്നെയായിരുന്നു. അടുത്ത ചോദ്യം, കേരള വിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും സംയുക്തമായി നടപ്പിലാക്കുന്ന പ്രീ പ്രൈമറി കുട്ടികളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ബാല. അടുത്ത ചോദ്യം, കേന്ദ്ര മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? ഉത്തരം 7. അടുത്ത ചോദ്യം, 3 നരേന്ദ്രമോദി സർക്കാരിലും അംഗമായ ഏക വനിത ആരാണ്? ഉത്തരം നിർമ്മല സീതാരാമൻ. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി കാക്കകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ. അടുത്ത ചോദ്യം, കേരളം സമ്പൂർണ്ണ പേവിഷമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി കൊല്ലം കോർപ്പറേഷനും മൃഗസംരക്ഷണ വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം കാവ, കമ്പാഷൻ ഫോർ ആനിമൽസ് വെൽഫെയർ അസോസിയേഷൻ. അടുത്ത ചോദ്യം, 2025 ജൂനിയർ ഹോക്കി ലോകകപ്പ് വേദി എവിടെയാണ്? ഉത്തരം ഇന്ത്യ. അടുത്ത ചോദ്യം, 2024 ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ നാവിക കപ്പലിൻ്റെ പേരെന്താണ്? നാവികസേനയുടെ കപ്പലായ INS സത്ലജ് J-17 ആണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയത്. അടുത്ത ചോദ്യം, വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പലിൻ്റെ പേര് എന്താണ്? ഉത്തരം ഷെൻഹുവ 15. അടുത്ത ചോദ്യം, പഠനത്തിൽ മിടുക്കരായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാൻ മമ്മൂട്ടി ഒരുക്കിയ സൗജന്യ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം വിദ്യാമൃതം. അടുത്ത ചോദ്യം, കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമഗ്ര മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം കവചം. അടുത്ത ചോദ്യം, ക്രിക്കറ്റ് താരമായ രവിചന്ദ്രൻ അശ്വിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഐ ഹാവ് ദി സ്ട്രീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി. അടുത്ത ചോദ്യം, UN അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 2025. അടുത്ത ചോദ്യം, 2024 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കൾ ആരായിരുന്നു? ഉത്തരം റയൽ മാഡ്രിഡ്. അടുത്ത ചോദ്യം, ലോക രക്തദാതൃ ദിനം എന്നാണ്?
ഉത്തരം ജൂൺ 14. അടുത്ത ചോദ്യം, മോഗ്ല തുറമുഖം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഉത്തരം ബംഗ്ലാദേശ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ IPS ഉദ്യോഗസ്ഥയായ കിരൺ ബേദിയുടെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചിത്രം ഏതാണ്? ഉത്തരം ബേഡി, ദ നെയിം യു നോ, ദ സ്റ്റോറി യു ഡോണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.